വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ബോൾ കിട്ടി കഴിഞ്ഞു, ഇനി തുടങ്ങാം. എല്ലാവരും കണ്ടു രസിക്കൂ. ഗെയിം ഇതാ തുടങ്ങാൻ പോവാണ്. സൂപ്പർ ഗെയിം. രുദ്ര വേഴ്സസ് മൈര വേഴ്സസ് വരുൺ. ആരാണ് ബാസ്കറ്റിൽ ആദ്യം ബോളിട്ട് ഗോൾ അടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം രുദ്ര ഇതാ ബാസ്കറ്റിൽ ബോളിട്ട് ഗോൾ അടിച്ചു കഴിഞ്ഞു. കൈയടിക്കൂ, കൈയടിക്കൂ. എന്തു പറയുന്നു കൂട്ടുകാരെ? ബോൾ ഇപ്പൊ വരുണിന്റെ കയ്യിലാണ് ഉള്ളത്. വരുൺ ഇതാ ത്രോ ചെയ്തിരിക്കുകയാണ്. ബോൾ ദേ പോയി പോയി പോയി. അല്ല, നമ്മുടെ ബോൾ എവിടേക്കാ പോയേ? ഇത് കൊള്ളാൻ വരുൺ. എന്തൊരു ത്രോ ആയിരുന്നു അത്. നിനക്ക് ഇത്രയ്ക്ക് ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹായ് ഫ്രണ്ട്സ്. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹലോ രുദ്ര, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ കൂട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത്? പക്ഷെ അവിടെ ആരും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇത് കാണും. ഇമി മിമി മൈ മിമോ ജെനിയുടെ മാജിക് തുടങ്ങട്ടെ. ഇവിടെ എന്താ നടക്കുന്നത്? ജെനിയും ജോണിയെയും ഇതാ പരിചയപ്പെടുത്തുന്നു. ഇതാ ഹലോ. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇത് മേഘമാണോ അതോ സ്നോമാനോ? ഇത് സാധാരണ ക്ലൗഡ് അല്ല. Zibaisko, win, stop! ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവൻ ആരായാലും ശരി വലിയ അപകടം പിടിച്ചവനാന്നാ തോന്നുന്നേ. ഉടൻ തന്നെ ഈ കാര്യം മുത്തശ്ശനെ അറിയിക്കണം. അയ്യോ, എന്താ റംഗീല, നീ എന്തിനാ ഇങ്ങനെ ഓടി വന്നത്? പിന്നെ മുത്തശ്ശ, നീ എന്തായി പറയുന്നത് റംഗീല? ശരി, വേഗം വാ. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷകാൽ. ഇതിനാണ് പറയുന്നത് ഒരു അമ്പ് കൊണ്ട് 2 പക്ഷികളെ വേട്ടയാടാം. ക്ലൗഡ്മാൻ, നെക്സ്റ്റ് മൂവ്. അരുത് കുട്ടികളെ, നിൽക്കൂ. ഓ, രുദ്രയുടെ മുത്തശ്ശൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. മുത്തശ്ശ, ഇവനാണ് ആ ക്ലൗഡ്മാൻ. കുട്ടികളെ വേഗം രക്ഷിക്ക്. ഇബായിസ്ക ക്ലൗഡ് സ്പ്ലിറ്റോ. വരുൺ, താഴേക്ക് വരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കാൻ പോവാണോ? ജയ് സിംഗ്, ജയ് സിംഗ്, ജയ് സിംഗ്. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ?
സക്കീര അക്കീര മാജിക്കോ. ഇതാരുടെ പോർട്രേറ്റ് ആണോ അവനെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോക്കോ. ജയ്സിംഗ് പിന്നെ രുദ്ര ഇവര് രണ്ടുപേരും എന്റെ വലയിൽ കുടുങ്ങിപ്പോകും. ഈ രാത്രി സമയത്ത് എവിടുന്നായി ശബ്ദം വരുന്നത്? ഈ പോർട്ടടി ഇവിടെ ആരാണ് കൊണ്ടുവന്ന് വെച്ചത്? ശബ്ദം ഇവിടുന്നാണല്ലോ കേട്ടത്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരാ എന്നെ പുറകിലോട്ട് വലിക്കുന്നത്? രുദ്ര, രുദ്ര, രുദ്ര! ഇത് മുത്തശ്ശന്റെ ശബ്ദമാണല്ലോ. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ എന്ത് പറ്റി? മുത്തശ്ശ, മുത്തശ്ശ, വേണ്ട, എന്നെ വേണ്ട. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. രുദ്ര, നീ സ്വയം രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചതാണ്. അവസാനം രക്ഷപ്പെടുകയും ചെയ്തു. എന്ത് ചെയ്യാനാ? എന്നാൽ നിനക്ക് നിന്റെ അപ്പൂപ്പനെ ഇപ്പോൾ രക്ഷിക്കാനായില്ലല്ലോ. ഞാൻ അയാളെ എന്റെ കൂടെ ഇപ്പോ അങ്ങ് കൊണ്ടുപോവുകയാണ്. രുദ്ര, രംഗീല പറഞ്ഞു ഷാക്കാൽ മുത്തച്ഛനെ കൊണ്ടുപോയെന്ന്. അതൊരു ചതിയാണ്. അവരിപ്പോ എങ്ങോട്ടാ പോതെന്ന് പോലെ എനിക്ക് അറിയില്ല. രുദ്ര, മുത്തശ്ശന്റെ ഈ പോർട്രേറ്റ് നീ എപ്പോഴാ ചേഞ്ച് ചെയ്തത്? ഈ പെയിന്റിംഗിൽ മുത്തശ്ശന്റെ കണ്ണുകൾ അടങ്ങിയിരിക്കുന്നല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? ഇന്നലെ രാത്രി വരെ പെയിന്റിംഗ് കറക്റ്റ് ആയിരുന്നല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഷക്കാൽ മുത്തശ്ശനെ ആ പെയിന്റിംഗിന്റെ അകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം കേട്ടു. ചേടാ, മുത്തശ്ശനി പോർട്രേറ്റിനകത്ത് ലോക്കായി കിടക്കുക. ഈ ചെക്കനെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു ക്ലൂ വെച്ച ചെക്കൻ ഇതെല്ലാം കണ്ടുപിടിക്കുകയാണ്. അവൻ സത്യാവസ്ഥ ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കി. ജയ്സിംഗ് ആ പോർട്രേറ്റിനകത്ത് അറസ്റ്റ് ആയി കിടക്കാന്ന്. ഇതൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനെല്ലാം കഴിയും. നിങ്ങൾ ആ പോർട്രേറ്റ് അവിടെ തന്നെ വിട്ടുവെച്ചേച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ആ പോർട്രേറ്റ് അവിടെ വിട്ടേച്ചു വരാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ രുദ്ര രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് അവസാനം ഞാൻ അത് വിട്ടേച്ചു വന്നത്. കാരണം പിന്നീട് രഹസ്യമായിട്ട് അത് പൊക്കിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ലൈറ്റ്സിന് എന്ത് പറ്റി? രംഗീല, ചെലി, വേഗം ചെന്ന് ലൈറ്റ്സ് ഓൺ ചെയ്യ. മുത്തശ്ശന്റെ ഫോട്ടോ ഷക്കാൽ തൊടാൻ പോലും നമ്മൾ അനുവദിക്കരുത്. രുദ്ര, ഇത്രയധികം ബേഡ്സോ? അതും ഒന്നിച്ച്. ഓടിക്കോ. മുത്തശ്ശന്റെ ഫോട്ടോ ആ ബാഗ്സ് എടുത്തോണ്ട് പോവാണ്. ആ ബാഗ്സിനെ ഷക്കാലായിരിക്കും അയച്ചത്.
പോർട്രേറ്റിൽ അറസ്റ്റ് ചെയ്താൽ അതിൽ നിന്നും ആരെങ്കിലും റിലീസ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഗോൾഡൻ പേൾ അവരുടെ കണ്ണിന്റെ അടുത്ത് വന്ന് ടച്ച് ചെയ്യണം. പക്ഷെ ആ ഗോൾഡൻ പേൾ അൺലക്കി ട്രയാങ്കിളിന്റെ ആഴത്തിലാണ് ഉള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോ പസിൽ പോലെ ഉണ്ടല്ലോ. കടലിന്റെ ആഴത്തിലേക്ക് ചെല്ലൂ, എങ്കിലേ മുത്തെടുക്കാൻ കഴിയൂ. ഉയർന്ന നിലയിൽ ആലോചിക്കണം, അപ്പോൾ കടൽ ഉൾട്ടയായി മാറും. രുദ്ര, അൺലക്കി ട്രയാങ്കിൾ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ചത്തുപോകും. ഇന്ന് വരെ ആരും തിരിച്ചു വന്നിട്ടില്ല. വലിയ വലിയ കപ്പലുകൾ പോലും അവിടെ മുങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ പോകുന്നതിന് മുൻപ് 10 പ്രാവശ്യം ആലോചിക്കണം. അല്ല സർ, മുത്തശ്ശനെ രക്ഷിക്കാനായിട്ട് ഞാൻ എങ്ങനത്തെ റിസ്ക് എടുക്കാനും തയ്യാറാണ്. ഞാനിത് എത്തി കൂട്ടുകാരെ. അല്ല, ഇത് കൊള്ളാലോ. മേഘത്തിൽ നിന്ന് മഞ്ഞ് വീഴുന്നോ? ഇതൊരു കൊടുങ്കാറ്റാണെന്നാ തോന്നുന്നത്. ഒരു പ്രാവശ്യത്തിനകത്ത് അകപ്പെട്ടാൽ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും താഴോട്ട് പോവരുത്. അങ്ങനെയാണെങ്കിൽ മുങ്ങിപ്പോവും. ദാ മോളിൽ നോക്ക്, കടൽ ഉൾട്ടയായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകേണ്ടത് താഴെയല്ല, മുകളിലേക്കാണ്. വരും, നമുക്ക് മുകളിലോട്ട് പോകാം. രുദ്ര, സൂക്ഷിക്കണം കേട്ടോ. ഓക്കേ രംഗില. രുദ്ര, വാവ്, ഞാൻ ബുക്കിൽ വായിച്ച സമുദ്രം ഇതാണ്. അതായത് മുകളിലുള്ള സമുദ്രം. അല്ല, വെള്ളം എങ്ങനെ നിന്ന് പോയത്? താഴോട്ട് വീഴാതെ നിൽക്കുന്നുണ്ടല്ലോ. ഇത് കൊള്ളാം. ഇപ്പൊ വേഗം പോയി ആ മുത്തെടുത്തോണ്ട് വരാം. ഓ, ഈ സ്ഥലം ശരിക്കും അതിമനോഹരമായിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. വേറെ വഴിക്ക് പോകാ. ഒന്ന് നോക്കിയും കണ്ട് ചെല്ലു കൊച്ചേ. വാവ്, സൂപ്പർ, മുത്ത് കിട്ടി കഴിഞ്ഞു. അല്ല, ഇതെന്താ? ആരാ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? ആരാടാ നീ? ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നെ തട്ടി ഉണർത്തുമായിരുന്നു. ഗോൾഡൻ പേൾ നീ എങ്ങനെയാണ് തൊട്ടത്? നീ എന്റെ ഉറക്കം നശിപ്പിച്ചിരിക്കുകയാണ്. എന്നെ ഉണർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇനി നീയാണ് ഉറങ്ങാൻ പോകുന്നത് പെർമനന്റ്ലി. നിനക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. നീ എന്റെ കണ്ണ് വെട്ടിച്ച് ഒരുപാട് നേരത്തേക്ക് പതുങ്ങിയിരിക്കാൻ പറ്റില്ല. മുത്ത് നീ എന്നിൽ നിന്നും വേർപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണല്ലേ? തെറ്റാണത്. സോറി, എനിക്ക് മുത്ത് കൊണ്ടുപോയേ പറ്റൂ. എന്ത് സംഭവിച്ചാലും ശരി, ഇതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ സൈസിൽ വലിയൊരാളായിരിക്കും, പക്ഷെ രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്.
ഞാൻ ആ മുത്ത് തീർച്ചയായിട്ടും ഇവിടുന്ന് കൊണ്ടുപോകും. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. Zibaisko, fire protector. ഇപ്പൊ നീ എന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്ക. Zibaisko, magical rock creator. എന്റെ മുത്തെനിക്ക് തിരിച്ചു തന്നേക്ക്. ഞാൻ പല നൂറ്റാണ്ടുകളായിട്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ, ഈ മുത്ത് മോഷ്ടിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷെ എന്റെ മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തിരിച്ചു കൊണ്ടുവന്ന് തന്നേക്കാം. ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും എന്റെ ഭാഷ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നീ അതെല്ലാം മനസ്സിലാക്കി എന്ന് വെച്ചാൽ നീ വളരെ നല്ലവനാണ്. നേരും നെറിയുമുള്ള ഒരു മനുഷ്യനാണ് നീ. നീ ആരെയും പേടിക്കത്തുമില്ല, തോറ്റ് പിന്മാറുകയുമില്ല. ശരി, ചെല്ല്. നീ ആ മുത്ത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു ഡ്രാഗൺ. മുത്ത് കിട്ടിയല്ലേ, വരൂ മുത്തശ്ശനെ രക്ഷപ്പെടുത്താം. എന്താ ജയ്സിംഗിന്റെ പോർട്രേറ്റ് അവിടെ എങ്ങനെയാ എത്തിയത്? ആ പോർട്രേറ്റ് എന്റെ അടുത്തല്ലേ ഉള്ളത്. നീ സ്വയം നിന്നെ ഒരു മായാവി എന്നല്ലേ പറയുന്നത്? എനിക്കറിയാമായിരുന്നു നീ തീർച്ചയായിട്ടും മുത്തശ്ശന്റെ ഫോട്ടോ മോഷ്ടിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പാലസിൽ ലൈറ്റ് ഓഫ് ആക്കിയത്. ആ സമയത്ത് റിയൽ പോർട്രേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോർട്രേറ്റ് ഞാൻ ഫിക്സ് ചെയ്തു. നിനക്ക് വെറുതെ ഇത് വെച്ച് കളിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഷാക്കാലിന്റെ മനസ്സിൽ കത്തിയെരിയുന്ന ആ തീ, അതെന്താ എനിക്കിപ്പോ ഫീൽ ആവുന്നത്? രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത്രയ്ക്കും സൂപ്പറായി എന്റെ പ്ലാനിനെ രുദ്ര തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇത് ഞാൻ മറക്കില്ല. ഇനി നീ എന്ത് ചെയ്യും ഷാക്കാൽ? നീ നല്ലപോലെ പരിശ്രമിച്ചു. വെറുതെ ട്രൈ ചെയ്തത് കൊണ്ട് എന്താ ലാഭം? മൊത്തത്തിൽ എന്റെ എല്ലാ പ്ലാനും ഫെയിൽ ആയി പോയില്ലേ. ഒരു പ്രശ്നവുമില്ല. ഈ ഷാക്കാൽ ഇവിടെ ഉള്ളതുവരെ എന്റെ മായാജാല വലയിൽ രുദ്രയെ ഞാൻ കൊടുക്കാതെ വിടില്ല. ആരായി സംസാരിച്ചത്? നിങ്ങളെല്ലാവരും എങ്ങനെ ഇവിടെ എത്തിയത്? ജയ്സിംഗ്,
രുദ്ര വളരെ സ്മാർട്ടായ ഒരു കുട്ടിയാണ് ഇവൻ. വെറുതെ ഞാനൊരു മന്ത്രം പ്രാക്ടീസ് ചെയ്ത് നോക്കുകയായിരുന്നു. അല്ല, ഒരു പുതിയ മന്ത്രത്തിന്റെ പ്രാക്ടീസേ. അതായിരുന്നേ. അത് പിന്നെ എനിക്ക് ഒരു അർജന്റ് ആയിട്ട് കുറച്ച് ജോലികളുണ്ട്. നമുക്ക് പിന്നെ കാണാം അല്ലേ? ബൈ 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 ബൈ. രക്ഷപ്പെട്ട് ഓടണം. സ്വക ഇവർക്ക് എല്ലാവർക്കും ചായ കൊടുക്ക. Watch India's largest kids library only on Jio Hotstar. Download the app now.